അമേത്തി ലോക്സഭാ മണ്ഡലത്തിൽ പ്രിയങ്ക ഗാന്ധിയുടെ ജീവിത പങ്കാളി റോബർട്ട് വാദ്ര മത്സരിക്കുമോ? കഴിഞ്ഞ കുറച്ചു കാലമായി ചോദിക്കുന്ന ചോദ്യമാണ്. അമേത്തി കോൺഗ്രസ് ഓഫീസിന് സമീപമുള്ള മതിലുകളെല്ലാം റോബർട്ട് വാദ്രയുടെ പേരുകൾ കൊണ്ട് നിറഞ്ഞു, പോസ്റ്ററുകൾ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞു എന്നാണ് ബൽറാം നെടുങ്ങാടി റിപ്പോർട്ട് ചെയ്യുന്നത്. ബൽറാം തത്സമയം ചേരുന്നു. ബൽറാം പറയൂ, റോബർട്ട് വാദ്ര സമ്മർദ്ദ തന്ത്രമാണോ ഈ പോസ്റ്ററിലൂടെ പ്രയോഗിക്കുന്നത്? അങ്ങനെ തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് റോബർട്ട് വദ്ര അമേത്തിയിലോ റായ്ബറേലിയിലോ മത്സരിക്കാനുള്ള താല്പര്യം ഇതിനകം പലതവണ പ്രകടിപ്പിച്ചു കഴിഞ്ഞു. പല മാധ്യമങ്ങൾക്കും അദ്ദേഹം നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം ഇക്കാര്യം തുറന്നു പറഞ്ഞു. എങ്കിൽ പോലും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും അനുകൂലമായ ഒരു തീരുമാനവും ഉണ്ടാകുന്നില്ല. കോൺഗ്രസ് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിനായി ഇതുവരെ 302 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചെങ്കിലും അമേത്തിയിലെയും റായ്ബറേലിയിലെയും സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഇതുവരെയും തീരുമാനമായിട്ടില്ല. 2 സീറ്റുകളും ഇതുവരെ ഒഴിച്ചിട്ടിരിക്കുകയാണ്. അതേസമയം രാഹുൽ ഗാന്ധി അമേത്തിയിൽ മത്സരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഉത്തർപ്രദേശിലെ കോൺഗ്രസ് നേതാക്കൾ പലതവണ കോൺഗ്രസ് ഹൈക്കമാൻഡിന് മേൽ സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ട്. പലതവണ കൂടിക്കാഴ്ചകൾ നടന്നു. ഇക്കാര്യം അഖിലേഷ് യാദവ് അടക്കമുള്ളവർ രാഹുൽ ഗാന്ധിയോട് നേരിട്ട് ആവശ്യപ്പെട്ടു എന്നാണ് ലഭിക്കുന്ന വിവരമെങ്കിലും കോൺഗ്രസ് തീരുമാനമെടുത്തിട്ടില്ല. അതിനിടെയാണ് ഇപ്പോൾ റോബർട്ട് വദ്ര മത്സരിക്കാനുള്ള താല്പര്യം തുടർന്ന് പ്രകടിപ്പിക്കുന്ന തരത്തിൽ റോബർട്ട് വദ്രയെ അനുകൂലിക്കുന്ന പോസ്റ്ററുകൾ കോൺഗ്രസിന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസ് ഗൗരിഗഞ്ചിലെ ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ മതിലിലടക്കം ഇത്തരത്തിൽ പതിച്ചിരിക്കുന്നത്. വലിയ തോതിൽ ഈ അമേത്തിയിലെ ജനങ്ങൾ റോബർട്ട് വദ്ര മത്സരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു എന്ന് പറയുന്ന പോസ്റ്ററുകളാണ് പതിച്ചിരിക്കുന്നത്. കോൺഗ്രസ് നേതൃത്വം എന്തായാലും ഇക്കാര്യത്തിൽ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതുവരെയുമുള്ള സാഹചര്യം. ഉടൻ തന്നെ ഇക്കാര്യത്തിൽ കോൺഗ്രസ് നേതൃത്വം തീരുമാനമെടുക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഒപ്പം തന്നെ മറ്റൊരു കാര്യം, അമേത്തിയിലെ രാഹുൽ ഗാന്ധിയുടെ വീട്, അദ്ദേഹം 15 കൊല്ലം ജനപ്രതിനിധിയായിരുന്നപ്പോൾ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന അമേത്തിയിലെ വീട് ഇന്നലെ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചിരിക്കുന്നു അവിടെ എന്നുള്ളതാണ്. രാഹുൽ ഗാന്ധി തന്നെ മടങ്ങി അവിടെ മത്സരിച്ചേക്കുമെന്നുള്ളതിന്റെ സൂചനയാണ് ഇതിലൂടെ ലഭിക്കുന്നത്. കോൺഗ്രസ് വൃത്തങ്ങൾ എന്നാൽ ഇക്കാര്യം യാതൊരു തരത്തിലുള്ള പ്രതികരണത്തിനും ഇതുവരെയും തയ്യാറായിട്ടില്ലെങ്കിലും ഉടൻ തന്നെ അമേത്തിയിൽ ആര് എന്നുള്ള കാര്യത്തിൽ തീരുമാനമുണ്ടാകും. അത് രാഹുൽ തന്നെയാകുമോ അല്ലെങ്കിൽ റോബർട്ട് വദ്രയെ പരീക്ഷിക്കുമോ എന്നാണ് ഇനി അറിയാനുള്ളത്. താങ്ക് യു ബൽറാം നെടുങ്ങാടി.